ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വരദാനമായിട്ട് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും മിസ്റ്ററി പോലെയാണ് ഉള്ളത്. ഇതുവരെയും നിങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ലൈഫിൽ മോശം സിറ്റുവേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ഈ ഒരു സ്ഥിതി എന്തിനാണ് എൻ്റെ ലൈഫിൽ ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്, അപ്പോൾ മനസ്സിലാവത്തില്ല. ഇവിടെ പിന്നെ എല്ലാം അനുഭവിച്ച് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ ഒരു മിസ്റ്ററി എന്ന് പറയുന്ന ആ കാര്യം മാറി എല്ലാം പുറത്ത് വരുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതുകൊണ്ടാണല്ലോ എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നെ നിങ്ങൾ ആ ഭാഗത്തോട്ട് പോകത്തില്ല, ഒരു ഡിസ്റ്റൻസ് വയ്ക്കും. അത് വ്യക്തിയായാലും സിറ്റുവേഷൻ ആയാലും. ഇവിടെ കുറേ ആൾക്കാർ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചു. അതായത് അവരുടെ കയ്യിലുള്ള പവറും പൈസ ഉപയോഗിച്ച് നിങ്ങളെ എങ്ങനെ തകർക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് പല കാര്യങ്ങളും അവർ നിങ്ങൾക്കെതിരെ ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആൾക്കാർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഹെൽത്ത് നല്ലതായിട്ടിരുന്നാൽ നിങ്ങൾ ക്യാഷ് ഒത്തിരി ഉണ്ടാക്കും. അപ്പോൾ ആദ്യം നിങ്ങളുടെ ഹെൽത്തിനെ എങ്ങനെ തകർക്കാം എന്നാണ് ഇവർ നോക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ഹെൽത്ത് തകരാറിലായാൽ പിന്നെ നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ പിറകിലോട്ട് പോകും. അപ്പോൾ ആൾക്കാർ ആദ്യം നിങ്ങളുടെ ആ ഒരു ആരോഗ്യം ഇല്ലാതാക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ ബുദ്ധി റിലേറ്റഡ് ആയിട്ട്, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളെയും കാട്ടി കൂടുതലായിട്ട് വിശ്വാസം അവർക്കാണ്. കാരണം നിങ്ങളുടെ ആ ഒരു ബുദ്ധി അത്രയ്ക്ക് ഷാർപ്പാണ്. നിങ്ങൾക്ക് പറ്റാത്ത ഒന്നും തന്നെയില്ല. നിങ്ങളെ ഫ്രീ ആയിട്ട് വിട്ടാൽ നിങ്ങൾ ഏതറ്റം വരെ പോകുമെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് ഇവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ബുദ്ധിയെ പിടിച്ച് കെട്ടിവയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം മോശമാക്കുകയോ നിങ്ങളുടെ ലൈഫിൽ മോശം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കുകയോ ചെയ്യും. ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്തു പോകും. അതുകൊണ്ട് അതിന് അനുവദിക്കാതെ നിങ്ങളെ എങ്ങനെ തകർത്തിയിടാം എന്നാണ് ഇവർ നോക്കുന്നത്. ഇവിടെ നിങ്ങൾ റിലേറ്റഡ് ആയിട്ട് ആൾക്കാർക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസെക്യൂരിറ്റിയാണ് ഉള്ളത്. അതായത് നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യം ആലോചിച്ച് ഭയങ്കരമായിട്ട് ഇൻസെക്യൂരിറ്റി അവർക്കുണ്ട്. വളരെ മോശമായിട്ടുള്ള ഒരു ശത്രുതാഭാവം നിങ്ങളോട് ഇവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റത്തത് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളെ എങ്ങനെ തകർക്കാമെന്നാണ് ഇവർ ആദ്യം ചിന്തിച്ചത്. അത് നെഗറ്റിവിറ്റി നിങ്ങളുടെ മേൽ സ്പ്രെഡ് ചെയ്യുക, മനഃപൂർവ്വമായിട്ട് അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെ പല നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആകുക, അങ്ങനെ പല കാര്യങ്ങൾ ഇവർ ചിന്തിച്ച് ഓരോന്ന് ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഗ്രോത്ത് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് പൈസയുടെ ബുദ്ധിമുട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഇവരുടെ കീഴിൽ കിടക്കുകയുള്ളൂ. ഇവരോട് ചിലപ്പോൾ കടം വാങ്ങിക്കുക എല്ലാം ചെയ്യുമായിരിക്കും നിങ്ങൾ പൈസ ഇല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയാണ് ഇവർ ആഗ്രഹിച്ചത്. അപ്പോൾ ചില ആൾക്കാർ മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 1-2 പ്രാവശ്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ടൊരു ഒരു വാല്യൂ നിങ്ങൾക്ക് മനസ്സിലായത്, ക്യാഷ് ഇന്ന് ഇത്രമാത്രം വാല്യൂ ഉണ്ട് ലൈഫിൽ എന്ന്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ക്യാഷിന് ഒരു വാല്യൂമില്ല. പക്ഷെ നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ക്യാഷിന് വാല്യൂ ഉണ്ട് എന്ന്. എന്നാൽ ഇപ്പോഴും നിങ്ങൾ പൈസ അങ്ങനെ പൈസയുടെ പിറകെ ഓടുന്ന ആളല്ല നിങ്ങൾ. കാരണം ഒരു സമയം മനുഷ്യനെ ഒരു കാര്യം ദൈവം പഠിപ്പിക്കും. സമയത്ത് ഇന്നത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ട് ലൈഫിൽ മുന്നേറാൻ സാധിക്കൂ. അങ്ങനെ ദൈവം പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചു തരും. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പഠിക്കാൻ സാധിച്ചു. ഇവിടെ മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കിയതാണ് ഇവർ. കാരണം നിങ്ങൾ സങ്കടപ്പെടണം പൈസ റിലേറ്റഡ് ആയിട്ട്, അതിനുവേണ്ടി ഇവർ ചെയ്തതാണ്. അതായത് നിങ്ങൾ ഹെൽപ്ലെസ്സും ആവണം, നിങ്ങളുടെ ആരോഗ്യത്തിൽ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യണം. ഇത് രണ്ടുമാണ് ഇവർ നോക്കിയത്. നിങ്ങളുടെ മാനസിക സ്ഥിതി വളരെ മോശമായാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാക്കത്തില്ല, അതിന് പിറകെ പോവത്തില്ല എന്നിവർക്കറിയാം. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻസും ബിൽഡ് ചെയ്യാൻ പാടില്ല, അതാണ് ഇവർ ആഗ്രഹിച്ചത്. ഇവിടെ നിങ്ങൾ ലൈഫിൽ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷങ്ങളാണ് നേരിടേണ്ടി വന്നത്. ലൈഫിൽ ഒത്തിരി മാനസിക സംഘർഷങ്ങൾ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇവിടെ ഒരു വ്യക്തി വർക്ക് ചെയ്യുന്നു, അവർക്ക് വിജയം ലഭിക്കുന്നില്ല. പക്ഷേ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, വിജയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ വിജയത്തെ തകർക്കുന്നു, അങ്ങനെ സംഘർഷങ്ങൾ തരുന്നു. അതാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. മറ്റേത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർ ചെയ്യുന്ന വർക്കിന് വിജയം ലഭിക്കുന്നില്ല. പക്ഷേ ഇവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ വിജയത്തെയാണ് തകർക്കാൻ നോക്കുന്നത്. ഇവിടെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതായത് നിങ്ങൾ ഈ ഒരു സ്ഥിതിയിൽ നിന്ന് ഒരിക്കലും പുറത്ത് വരാൻ പാടില്ല. അതിനു വേണ്ടിയാണ് ഇങ്ങനൊരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. അതായത് നിങ്ങളുടെ ബുദ്ധി നല്ലതായിട്ട് പോയാൽ നിങ്ങൾ നല്ല രീതിയിൽ വിജയിക്കുമെന്ന് ഇവർക്ക് അറിയാം.
ഇവിടെ ഈ ഒരു സങ്കടം തന്നെ നിങ്ങളുടെ ലൈഫിൽ വരദാനമായിട്ട് വർക്ക് ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് മറ്റുള്ളവർ നിങ്ങൾക്ക് സങ്കടം തരുന്നു, ഈ ഒരു സങ്കടം തന്നെ നിങ്ങളുടെ ലൈഫിൽ വരദാനമായി മാറുന്നു. ഇവിടെ ഭാഗ്യം നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇത്രമാത്രം കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കണം. ഈ ഒരു സമയം പോലും നമുക്ക് ഫേവർ ആവണം നമ്മുടെ ആ ഒരു കർമ്മം കണ്ടിട്ട്. അങ്ങനെ നമ്മൾ കർമ്മം ചെയ്യാൻ ശ്രമിക്കണം. ഇനിയും പലതും ബാക്കിയുണ്ട് നിങ്ങൾക്ക് കാണാൻ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇപ്പോഴത്തെ സാഹചര്യം ആലോചിച്ച് വിഷമിക്കരുത്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സങ്കടം മാറി സന്തോഷം വരുന്നതാണ്. ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ബുദ്ധിയുടെ പ്രഭാവം ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഈ രീതിയിൽ ബുദ്ധി യൂസ് ചെയ്താൽ ഈ രീതിയിൽ എനിക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന്. ഇവിടെ ഒരു രീതിയിലും ഇങ്ങനെയുള്ള സമയത്ത് ഒരു വ്യക്തി ഈ രീതിയിലൊരു തീരുമാനം എടുക്കത്തില്ല, പക്ഷെ നിങ്ങളെ കൊണ്ട് സാധിക്കും. അതായത് വളരെ മോശം അവസ്ഥയിലും നിങ്ങൾ സങ്കട അവസ്ഥയിലും എടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് വരദാനമായിട്ട് വർക്കാവുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥിതി നല്ലതാണ്. നിങ്ങളുടെ മോശം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ ഒരു സ്ഥിതി നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കിയത് നല്ലതാണ്. കാരണം അങ്ങനെയെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നല്ലത് വരുമല്ലോ. ഇവിടെ നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിൻ്റെ ആ വേര് തേടി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ വേര് വരെ പോയി അന്വേഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് തന്നതുകൊണ്ടല്ലേ നിങ്ങളത് അന്വേഷിച്ച് പോകാൻ തുടങ്ങിയത്. ഈ ഒരു സങ്കടം നിങ്ങൾക്ക് വരദാനമായി മാറുന്ന അപ്പോഴാണ്. നിങ്ങൾ ആ ഒരു പ്രശ്നത്തിൻ്റെ വേര് കണ്ടുപിടിച്ച് അതിനെ ഇല്ലാതാക്കുമ്പോഴാണ് നിങ്ങൾക്ക് വരദാനമായി മാറുന്നത് ഈ ഒരു സങ്കടം. ഇവിടെ സമയം എത്ര തന്നെ മോശമായാലും ഒരു വ്യക്തിയുടെ ഭാവം, അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ. ആ വ്യക്തിയുടെ ഭാവം വളരെ മോശമായിട്ടല്ല നല്ലതായിട്ടാണ് ഉള്ളതെങ്കിൽ ആ വ്യക്തിക്ക് ഏതറ്റം വരെ പോവാനും ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ഉണ്ടാകും. കാരണം സമയം മോശമാകുമ്പോൾ അയ്യോ എൻ്റെ സമയം മോശമായി എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നാൽ അങ്ങനെ ഇരിക്കാനേ സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര തന്നെ മോശം അവസ്ഥയിലാണെങ്കിലും നിങ്ങളുടെ ആ ഒരു കാല് തറയിൽ ആണ് ചവിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു ബോധത്തിലാണ്, ഗ്രൗണ്ടഡ് എനർജിയിലാണ് ഉള്ളത്. എത്ര തന്നെ വിഷമത്തിലായാലും നിങ്ങൾ ഗ്രൗണ്ടഡ്, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ നിങ്ങളുടെ കൂടെ ഇനി ഒരു മോശം സ്ഥിതിയും എഫക്റ്റ് ആവത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ വിജയിപ്പിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ അറിവ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, പ്രൊഫഷണൽ ലൈഫ് ആയിക്കോട്ടെ, ഇതിലെല്ലാം ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് നേരത്തെ തന്നെ മനസ്സിലായി. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആൾക്കാരോട് ഇത് പറഞ്ഞിട്ടും ഉണ്ടായിട്ടുണ്ടാവും. ഇവിടെ നിങ്ങളുടെ ആ ഒരു സഹനശീലതയുണ്ട്. ആ ഒരു സഹനശീലതയ്ക്ക് ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് ക്രോസായ ആൾക്കാർ നിങ്ങൾ ഭയങ്കരമായിട്ട് മോശം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇനി ആ ഒരു മാറ്റത്തിലേക്ക് പോകും. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ഊർജം അങ്ങനെയാണ്. അതായത് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വലിയ രീതിയിലൊരു മാറ്റം കൊണ്ടുവരും നിങ്ങളുടെ ലൈഫിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് പാർവതി ദേവി ഭദ്രകാളിയായി മാറുന്ന ആ ഒരു ട്രാൻസ്ഫർമേഷനില്ലേ, അതേപോലെ ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാകും. ഇവിടെ സമയം നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി എത്ര തന്നെ സങ്കടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായാലും അതൊന്നും നിങ്ങളെ എഫക്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾ അതിനെയൊക്കെ ഒരു സില്ലി ആയിട്ടായിരിക്കും ഇനി കാണുന്നത്. സമയത്തിന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴാണ് നമുക്ക് ഫേവറായിട്ട് സമയം വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ സാധിക്കത്തില്ല. ഒരു നിമിഷം കൊണ്ട് ഒരു വ്യക്തി കോടീശ്വരനായിട്ട് മാറുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേ ഒരു നിമിഷം കൊണ്ട് ഒരു വ്യക്തി കോടീശ്വരനായ വ്യക്തി പിച്ചക്കാരനായി മാറുന്നത് അതേപോലെയാണ്. സമയം എപ്പോൾ വേണം നമുക്ക് ഫേവറായിട്ട് മാറാം, അത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ എന്താണോ പഠിച്ചത് ആ പഠിച്ച കാര്യങ്ങൾ പക്ഷേ മുന്നോട്ട് പോയിട്ട് നമുക്ക് ലാഭദായകമായിട്ട് മാറും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു 5-6 മാസം കൊണ്ട് എന്ത് സങ്കടമാണോ സഹിച്ചത് ആ ഒരു സങ്കടം നിങ്ങൾക്ക് വരദാനമായിട്ട് മാറും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും എന്തോ വിശേഷമായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് ലൈഫിൽ 2 പ്രാവശ്യമാണ് നിങ്ങൾ അനുഭവിച്ചത്. ആ സമയമെല്ലാം ദൈവം ഏതെങ്കിലും വ്യക്തി മുഖേനയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ സ്വന്തം ആൾക്കാർ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാവുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആ ഒരു കൈകൾ വേറെ ഏതെങ്കിലും വഴിയിൽ കൂടെ നിങ്ങൾക്ക് സഹായമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയം. അപ്പോഴേക്കും നിങ്ങൾക്ക് തോന്നി ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, അത് കേവലം ദൈവമല്ലാതെ എന്ന് തോന്നിയിട്ടുണ്ട്.
ഇവിടെ ക്യാഷ് ഒത്തിരി നിങ്ങളുടെ കയ്യിൽ വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളെ ഒരു മോശം സാഹചര്യത്തിനും തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സങ്കടങ്ങളിലൊന്നും ദൈവം നിങ്ങളെ വിടത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന സങ്കടങ്ങൾ അത്ര മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അല്ല, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സങ്കടത്തിലേക്ക് ദൈവം തള്ളിവിടത്തില്ല. ഇവിടെ കഴിഞ്ഞു പോയ സമയങ്ങളിൽ കേതുവിൻ്റെ ആ ഒരു എനർജിയാണ് ഉണ്ടായിരുന്നത്. കേതുവിൻ്റെ എനർജി എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിസർവ് ചെയ്യാത്ത ആൾക്കാരിൽ നിന്ന് നിങ്ങളെ മാറ്റുക. അതായിരുന്നു ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ പാസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം തന്നത് ആരാണോ ആ വ്യക്തികളിൽ നിന്ന് നിങ്ങളെ ഡിസ്റ്റൻസ് കൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സഹനശക്തി അവസാനിച്ചിരിക്കുകയാണ്. അതായത് മതി, ഇനി എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല, അങ്ങനൊരു സഹനശക്തി അവസാനിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഹീലിംഗ് അല്ലാതെ വേറൊന്നും വേണ്ട. അത്രമാത്രം നിങ്ങൾ സഹിച്ചു. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഒരു ഹീലിംഗ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു വാശി നിങ്ങൾക്ക് വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സന്തോഷം റിലേറ്റഡായിട്ട് നിങ്ങൾക്കൊരു വാശി നിങ്ങൾക്ക് ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇനി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പാസ്റ്റിനെ സ്വയം മറക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എനിക്കിങ്ങനെ ഹെർമിറ്റ് മോഡിൽ ഇരിക്കേണ്ട, എനിക്ക് ലൈഫിൽ എന്തെങ്കിലും ചെയ്യണം, അങ്ങനൊരു മോഡിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി എനിക്ക് എൻ്റെ ലൈഫിലെ മുന്നോട്ടുള്ള ഫ്യൂച്ചർ സെറ്റിലാക്കണം, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, അങ്ങനെ തോന്നൽ നിങ്ങൾക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് സമയവും ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റിലാക്കണം, അതിനു വേണ്ടി ശ്രമിക്കണം എന്ന് തന്നെയാണ് ഈ ഒരു സമയവും ആഗ്രഹിച്ചത്. അപ്പോൾ നിങ്ങൾ അതിലോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇമോഷണൽ ആകുന്നതിന് പകരം പ്രാക്ടിക്കൽ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഇമോഷണൽ നിന്ന് പ്രാക്ടിക്കൽ ആകുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളുടെ മൂഡ് മോശമാകുന്നത് മാറുന്നതാണ്. ഇവിടെ ഇതാണ് പറയുന്നത്, ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ എത്ര തന്നെ മോശമായാലും ആ വ്യക്തി ബാലൻസിൽ വരുമെന്ന്. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആൾക്കാർ നിങ്ങളുടെ ആ ഒരു ദേഷ്യത്തിന് ഒത്തിരി യൂസ് ചെയ്തു. പക്ഷേ നിങ്ങൾ ഇവരുടെ ആ ഒരു വലയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. കാരണം അപ്പോഴൊക്കെ നിങ്ങൾ ഇമോഷൻസായി ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. അപ്പോൾ ഇവർ അത് ആഗ്രഹിച്ചാണ് നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് വെച്ച് കളിക്കുന്നത്. അതനുസരിച്ച് നിങ്ങൾ ഇവർക്ക് യൂസ് ചെയ്യാൻ നിന്ന് കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ ആയാൽ പറ്റത്തില്ല, എൻ്റെ ഇമോഷൻസ് എനിക്ക് കൺട്രോൾ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. അപ്പോഴാണ് നിങ്ങൾ ഇത്രയും വലിയ സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. മുന്നേക്ക് എത്ര തന്നെ ദേഷ്യം വന്നാലും വളരെ മോശം രീതിയിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ പ്രതികരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ എത്ര തന്നെ ദേഷ്യം വന്നാലും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ എന്ത് പ്ലാനിങ് ചെയ്താലും അത് നമുക്ക് ഒരു രീതിയിലും എഫക്റ്റ് ആവത്തില്ല എന്നാണ് കാണാൻ സാധിക്കും. കാരണം നിങ്ങൾ പ്രാക്ടിക്കലായി മാറി. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ നിങ്ങൾ സില്ലിയായിട്ടായിരിക്കും കാണുന്നത്. കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മെച്യൂരിറ്റി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി അങ്ങോട്ട്. ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വലിയൊരു ലോസ് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വലിയ ലോസ് ഉണ്ടാവാതെ ചെറിയ ലോസ് ഉണ്ടായി രക്ഷപ്പെട്ടു നിങ്ങൾ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തോ വലിയൊരു ലോസിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അന്തരാത്മാവ് അത് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് നല്ലതിന് വേണ്ടിയാണ് സംഭവിച്ചത് എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക. ഇനി നിങ്ങൾ ഇത്ര മാത്രം പറയുക, എൻ്റെ ലൈഫിൽ ഇനി എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നല്ലതായിരിക്കണം സംഭവിക്കുന്നത്, ലൈഫിൽ ശാന്തിയും സമാധാനവും മാത്രം ഉണ്ടായാൽ മതി എന്ന് നിങ്ങൾ പറയുക. ഇവിടെ കരിയർ റിലേറ്റഡായിട്ടും പേഴ്സണൽ ലൈഫ് റിലേറ്റഡായിട്ടും ഒരു ചിന്തയും നിങ്ങൾ വയ്ക്കേണ്ടതില്ല. സേഫ് ആൻഡ് സെക്യൂർ ആണ് നിങ്ങൾ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്ത് ട്രാൻസ്ഫർമേഷനാണോ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് അങ്ങനൊരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇവിടെ സമയം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരിക്കലും സ്റ്റക്കായിട്ടിരിക്കാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും ലൈഫിൽ മുന്നോട്ട് പോകണം എന്നാണ് സമയം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ പോലും പൂർത്തിയാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി അങ്ങോട്ട്. ഇനി നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങളുടെ നല്ല കർമ്മത്തിനുള്ള ബലം നിങ്ങൾക്ക് കൊണ്ടുതരുന്നതാണ്. ഇപ്പോഴത്തെ ആ ഒരു സമയം അതാണ്. അതായത് നിങ്ങൾ ഇത്രയും നാൾ എന്ത് നല്ല കർമ്മം ചെയ്തിട്ടുണ്ടോ ആ നല്ല കർമ്മത്തിൻ്റെ ആ ഒരു ബലം നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു സമയമാണിത്.
സ്വയം നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ്സും ഹീലിങ്ങും വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ കരയത്തില്ല നിങ്ങൾ. നിങ്ങളുടെ മുന്നിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി നിങ്ങൾ സന്തോഷിക്കും. ഒന്നുകിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ സന്തോഷിക്കും. കരഞ്ഞുകൊണ്ടിരിക്കത്തില്ല മുന്നത്തെ പോലെ. അങ്ങനെയുള്ള സ്ഥിതികൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആവും, നിങ്ങളെ ഹാപ്പി ആക്കുന്ന രീതിയിലുള്ള. ഇവിടെ ഒരു കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും നല്ലത് സംഭവിക്കുന്നതാണ്. ഇവിടെ എനിക്കറിയാം നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ആ ഒരു പുരോഗതി, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പുരോഗതി, അവരുടെ ആ ഒരു പഠിത്തം, എന്തൊക്കെയോ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിലെല്ലാം ഒരു വിഷമവും കൂടാതെ നല്ലത് സംഭവിക്കുമെന്ന് തന്നെ ഉറച്ച് നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകൂ. ഇവിടെ ഈ ഒരു കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് പാസ്റ്റിൽ നിങ്ങൾക്ക് ദുഃഖദായകമായിട്ടുള്ള മാറ്റങ്ങളാണ് കണ്ടതെങ്കിൽ ഇനി അങ്ങോട്ട് സുഖദായകമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഈ ഒരു കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഊർജ്ജമായിട്ട് മാറും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.